ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനാൻസിങ് ഡിസിഷൻ എന്നുള്ള ചാപ്റ്ററിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ് നമുക്ക് ഒരുപാട് സോഴ്സുകളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാം കമ്പനിക്ക് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്പെസിഫിക് സോഴ്സസിൻ്റെ കോസ്റ്റാണ് കമ്പ്യൂട്ട് ചെയ്യുക, അതിന് ശേഷമാണ് കോമ്പോസിറ്റ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സ്പെസിഫിക് കോഴ്സ് നോക്കാം. ഇപ്പോൾ ഫിക്സഡ് അസറ്റും അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോർ വർക്കിംഗ് ക്യാപിറ്റലിൽ ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോങ് ടേം സോഴ്സുകളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നതാണ് നല്ലത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം അസറ്റ്സുകളാണ്. അതുപോലെ തന്നെ കോർ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഫൈനാൻസ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേമിനേക്കാളും ലോങ് ടേം സോഴ്സുകളിൽ നിന്ന് ഫൈനാൻസ് ചെയ്യുന്നതായിരിക്കും കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോങ് ടേം സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ലോങ് ടേം ഡെറ്റ് ആണ്. ലോങ് ടേം ഡെറ്റ് ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ് ആണ് കേട്ടോ. ലോങ് ടേം ലോൺസും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സൊക്കെ വരുന്നത്. ഇപ്പോൾ ലോങ് ടേം ഡെറ്റ് നമുക്കതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. പ്രിഫറൻസ് ഷെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് കണ്ടെത്താവുന്നതാണ്. ദെൻ ഇക്വിറ്റി ഷെയർസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ലോങ് ടേം സോഴ്സസ് ആണ്. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ. റീറ്റെയിൻഡ് ഏർണിങ്സും നമുക്ക് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ലോങ് ടേം സോഴ്സസ് ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് 4 ഡിഫറെൻറ്റ് സോഴ്സുകളിലൂടെ നമുക്ക് ഫണ്ട് കണ്ടെത്താവുന്നതാണ്. നമുക്ക് മീൻസ് കമ്പനിക്ക് ഫണ്ട് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ് ആണ്. ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ്, അപ്പോൾ ഡിബഞ്ചേഴ്സ് ഉൾപ്പെടെയുള്ള ലോങ് ടേം ഡെറ്റുകളിൽ നിന്നും ഇക്വിറ്റി ഷെയർസിൽ നിന്നും പ്രിഫറൻസ് ഷെയർസിൽ നിന്നും റീറ്റെയിൻഡ് ഏർണിങ്സിലൂടെയൊക്കെ നമുക്ക് ഫണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഓരോ മെത്തേഡിൻ്റെയും ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കമ്പ്യൂട്ട് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് കമ്പ്യൂട്ട് ചെയ്യണം, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സും കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഏത് കമ്പ്യൂട്ട് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഡെറ്റ് ഓർ ബോറോവ്ഡ് ഫണ്ട്. അപ്പോൾ ഡെറ്റ് ഓർ ബോറോഡ് ഫണ്ടിൻ്റെ കോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്, അല്ലെങ്കിൽ ബോറോവ്ഡ് ഫണ്ട്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് KD എന്നാണ് കേട്ടോ. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് KD ആണ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ഈസി. മറ്റേ സോഴ്സുകളെ പോലെയല്ല, ഇത് കുറേയും കൂടെ നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമുക്കറിയാം ഇത് ഫിക്സഡ് ചാർജ് ബയറിങ് അസറ്റ്സ് ആണ്, സോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബോണ്ട് ഹോൾഡേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ ആ ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോണ്ട് ഓർ ഡിബഞ്ചറിൻ്റെ മുകളിൽ നൽകുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ് അല്ലേ. ടാക്സ് നമുക്ക് അതിൽ നിന്ന് ടാക്സ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് കമ്പനിക്ക്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ചാർജ് കൂടുന്നതിനനുസരിച്ച്
അവരുടെ ടാക്സ് പേയബിൾ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് അവർ കൂടുതൽ ഹയർ ചാർജ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ടാക്സ് കുറവ് അടച്ചാൽ മതിയായിരിക്കും, അത് ടാക്സ് ഡിഡക്റ്റബിൾ ആയ കാരണം. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ചാർജ് വരുമ്പോൾ കമ്പനിയുടെ ടാക്സ് അഡ്വാൻറ്റേജസ് എങ്ങനെയാണ് കുറയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്കിവിടെ 2 കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ABC ആൻഡ് XYZ. അപ്പം നമുക്ക് 2 കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് കമ്പനി ABC, then കമ്പനി XYZ. ഇങ്ങനെ നമുക്ക് 2 കമ്പനിയാണ് വരുന്നത്. ദെൻ ഈ കമ്പനിയുടെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, അതായത് എബിറ്റ് എന്ന് പറയും നമ്മൾ, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ കൊടുക്കുന്നതിന് മുൻപുള്ള അവരുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് കമ്പനി ABCക്കും 100 ആണ്, കമ്പനി XYZനും 100 ആണ്. അപ്പം രണ്ടിൻ്റെയും ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത് 100 rupees ആണ് വരുന്നത്. ദെൻ അവരുടെ ഇൻട്രസ്റ്റ്, ഈ ഫോമിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ABCക്ക് ഇൻട്രസ്റ്റ് ചാർജ് ഇല്ല, അതായത് ഇവർ ഫുള്ളി ഇക്വിറ്റിയാണ് അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ്, കാരണം ബോറോഡ് ഫണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടെങ്കിലാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ എന്താണ്, ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ദെൻ കമ്പനി XYZ അവരുടെ ഏർണിങ്സിൽ നിന്ന് 40 rupees ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഏർണിംഗ് ബിഫോർ ടാക്സ് അല്ലേ, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷമുള്ള അവരുടെ ടാക്സ് എന്ന് പറയുന്നത്, ബിഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്, കമ്പനി ABCക്ക് അവർക്ക് 100 rupees അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്, XYZന് 100ൽ നിന്ന് 40 മൈനസ് ചെയ്ത് 60 rupees ആണ് അവർക്ക് എന്ത് വരുന്നത്, അവരുടെ പ്രോഫിറ്റ് വരുന്നത് ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം. ദെൻ നമുക്ക് ടാക്സ് റേറ്റ് 35% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അറ്റ് 35% ആണ്. അപ്പോൾ 35% എന്ന് പറയുമ്പോൾ കമ്പനി ABCക്ക് എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും, 100ൻ്റെ 35%, അതായത് 35 rupees ആർക്ക് കൊടുക്കേണ്ടി വരും, കമ്പനി ABCക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്നാൽ XYZന് എത്രയാണ് വരുന്നത്, 60യുടെ 35% ആണ് വരുന്നത്. അപ്പോൾ 60യുടെ 35% എന്ന് പറയുന്നത് 21 rupees ആണ് വരിക. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ 65 വരും, ദെൻ ഇവിടെ 39 വരും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, നമ്മൾ 35% ടാക്സ് വരുന്ന സമയത്ത് ABCക്ക് 35 രൂപ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷേ XYZന് 21 rupees ആണ് ടാക്സ് വരുന്നുള്ളൂ. അതായത് നമുക്കിവിടെ 40യുടെ 35%, അതായത് 14 രൂപ ടാക്സ് സേവിങ്സ് ആണ് കമ്പനി XYZന് വരുന്നത് അല്ലേ. ഇവിടെ 35 കൊടുത്തു, ഇവിടെ 21 വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 14 rupees ആരെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ഉള്ളത് കൊണ്ട് XYZനെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ടാക്സ് ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ടാക്സ് അഡ്വാൻറ്റേജസ് ലഭിക്കുന്നതാണ്. നമുക്കതിൽ നിന്ന് ഇതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ നമുക്ക് ബോണ്ടുമായി ബന്ധപ്പെട്ട ചില ടേംസ് നോക്കാം. അതിൽ റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ പറയും. റിഡംഷൻ വാല്യൂ എന്താ, റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബോണ്ട് റെഡീമബിൾ ബേസിലൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താ റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ബോണ്ട് ഓർ ഡിബഞ്ചർ മെച്യൂർ ആകുന്ന സമയത്ത്
ബോണ്ട് ഹോൾഡർക്ക് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർക്ക് ലഭിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ റിഡംഷൻ വാല്യൂ ഓർ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് മെച്യൂർ ആയി കഴിഞ്ഞാൽ ബോണ്ട് ഹോൾഡേഴ്സിനെ ലഭിക്കുന്ന മൂല്യം, അതിനെ നമ്മൾ റിഡംഷൻ വാല്യൂ ഓർ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നു. ഇപ്പോൾ ബോണ്ട് ഓർ ഡിബഞ്ചർ നമുക്ക് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം, പാർ വാല്യൂവിൽ റിഡീം ചെയ്യാം, അതുപോലെ തന്നെ പ്രീമിയത്തിൽ റിഡീം ചെയ്യാം. അതായത് മോർ ദാൻ പാർ വാല്യൂ, അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യാം, ഡിസ്കൗണ്ടിലും റിഡീം ചെയ്യാവുന്നതാണ്. ആണ് മെച്യൂരിറ്റി വാല്യൂ ഓർ റിഡംഷൻ വാല്യൂ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ എന്താ? ഇപ്പോൾ സാധാരണ ഡിബഞ്ചറുകളും ഷെയറുകളൊക്കെ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ്, അല്ലേ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ അവിടെ കോട്ട് ചെയ്യുന്ന ഡിബഞ്ചറിനെ അല്ലെങ്കിൽ ബോണ്ടിനെ കോട്ട് ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ മേ ബി ഡിഫറെൻറ്റ് ഫ്രം പാർ വാല്യൂ ഓർ റിഡംഷൻ വാല്യൂ. ഈ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പാർ വാല്യൂവിനേക്കാളും അതുപോലെ തന്നെ റിഡംഷൻ വാല്യൂവിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആകാം. അപ്പോൾ ഒരിക്കലും എന്താവണം എന്നില്ല, റിഡംഷൻ വാല്യൂവും മാർക്കറ്റ് വാല്യൂവും അല്ലെങ്കിൽ പാർ വാല്യൂവും റിഡംഷൻ വാല്യൂവും ഒന്നും മാർക്കറ്റ് വാല്യൂ ഒന്നും ഈക്വൽ ആകണം എന്നില്ല, അല്ലെങ്കിൽ സെയിം ആകണം എന്നില്ല, അത് ഡിഫറെൻ്റ് ആകാം. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോണ്ടിനെ കോട്ട് ചെയ്യുന്ന പ്രൈസിനെ അല്ലെങ്കിൽ ഡിബഞ്ചറിനെ കോട്ട് ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് കൺസിഡറേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് നേച്ചർ ഓഫ് ഡെറ്റ് ഫൈനാൻസ് ആണ്. അതായത് ഡെറ്റ് ഫൈനാൻസിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഡെറ്റ് എങ്ങനെയാണ് അത് സമാഹരിക്കുന്നത്, റേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ നമുക്കറിയാം ഡെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി പെർപ്പച്വൽ ഡെറ്റ് ഓർ റിഡീമബിൾ ഡെറ്റ്, അല്ലേ? എന്താ പെർപ്പച്വൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർപ്പച്വൽ ഡെറ്റ് എന്ന് പറയുന്നത് ഇറഡീമബിൾ ഡെറ്റിനെയാണ്. അതായത് ബോണ്ട് ഓർ ഡിബഞ്ചർ വിച്ച് വിൽ നോട്ട് ബി റിഡീംഡ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി, അല്ലേ? കമ്പനിയുടെ ആ ഒരു ലൈഫിൽ റിഡീം ചെയ്യാത്ത ഡിബഞ്ചറുകളെയാണ് നമ്മൾ പെർപ്പച്വൽ ഡിബഞ്ചർ ഓർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ബോണ്ട് തിരിച്ചു നൽകുകയുള്ളൂ. എന്നാൽ റിഡീമബിൾ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന് ശേഷം റിഡീം ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ റിഡീമബിൾ ഡെറ്റ് എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ സാധാരണ കമ്പനികൾ ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നത് റെഡീമബിൾ ഡെറ്റുകളായിട്ടാണ്. കാരണം ഇറഡീമബിൾ ഓർ പെർപ്പച്വൽ ഡെറ്റേഴ്സിനെ സാധാരണ അത് വാങ്ങിക്കാനായിട്ട് ആളുകളെ ലഭിക്കാറില്ല കമ്പനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിഡീമബിൾ ഡെറ്റായിട്ട് ഒരു നിശ്ചിത കാലയളവിന് ശേഷം തിരിച്ച് നൽകുന്ന ഡെറ്റുകളാണ് കമ്പനി സാധാരണ ഇഷ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ ആ നേച്ചർ ഓഫ് ഡെറ്റ് ഫൈനാൻസിങ് കൺസിഡർ ചെയ്യണം നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് റിഡീമബിൾ ഡെറ്റ് ആണോ ഇറഡീമബിൾ ഡെറ്റ് ആണോ ഇത് എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം രണ്ടിൻ്റെയും ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ടത് ടേംസ് ഓഫ് റേസിംഗ് ഡെറ്റ് ആണ്. ഡെറ്റ് റേസ് ചെയ്യുന്നതിൻ്റെ ആ ടേം നമ്മൾ നോക്കണം. അതായത് ഇത് പാറിലാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അത് പ്രീമിയത്തിലാണോ വരുന്നത്, ദെൻ അത് ഡിസ്കൗണ്ടിലാണോ റേസ് ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ നോക്കണം. ഇപ്പോൾ നമുക്കറിയാം ഡെറ്റ് പാറിലും ഡിസ്കൗണ്ടിലും പ്രീമിയത്തിലൊക്കെ നമുക്ക് റേസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പാറിലാണ് ഡെറ്റ് റേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫേസ് വാല്യൂവും നെറ്റ് പ്രൊസീഡ്സും സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ പാറിലാണ് റേസ് ഡെറ്റ് പാർ നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാം. പ്രൈസ് ഡെറ്റ് പാറിലാണ് റേസ് ചെയ്യുന്നതെങ്കിൽ
അവിടെ എന്തായിരിക്കും? നെറ്റ് പ്രൊസീഡ്സ് ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ. അതിൻ്റെ ഫേസ് വാല്യൂവും അതുപോലെ തന്നെ നെറ്റ് പ്രൊസീഡ്സും ഈക്വൽ ആയിരിക്കും. ദെൻ നമ്മളത് റേസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ദെൻ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഡെറ്റ്. അപ്പോൾ അവിടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ത്? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫേസ് വാല്യൂം അല്ലേ FV ഈക്വൽ ടു NP അല്ല വരിക. അവിടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് കിട്ടുക. ദെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇനി ഇത് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. പ്രീമിയത്തിലാണെങ്കിൽ NP എന്ന് പറയുന്നത് അതായത് നെറ്റ് പ്രൊസീഡ്സ് ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ആണ് വരിക. ഇത് ഫേസ് വാല്യൂവിനോട് കൂടെ പ്രീമിയം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രൊസീഡ്സ് കിട്ടുന്നത്. അപ്പോൾ ടേംസ് ഓഫ് റേസിംഗ് ഡെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഏത് ചെയ്യുമ്പോൾ? കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ. അതായത് നമ്മളത് പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്ന് നോക്കണം. അപ്പോൾ പാറിലാണെങ്കിൽ നമുക്ക് ഫേസ് വാല്യൂ ഈസ് ഈക്വൽ ടു NP ആണ് വരുന്നത്. പക്ഷേ ഡിസ്കൗണ്ടിൽ വരുമ്പോൾ ഫേസ് വാല്യൂം നെറ്റ് പ്രൊസീഡ്സും വ്യത്യാസം ഉണ്ടായിരിക്കും. നെറ്റ് പ്രൊസീഡ്സ് കിട്ടുന്നത് ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുമ്പോഴാണ്. ദെൻ അറ്റ് പ്രീമിയം ആണെങ്കിൽ NP ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ആയിരിക്കും. ദെൻ അത് നോക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇഷ്യൂ എക്സ്പെൻസസ് ഓർ ഫ്ലോട്ടേഷൻ ചാർജ് ആണ്. നമ്മൾ ഇതും കൂടെ നോക്കണം. അതായത് നമുക്കിപ്പോൾ ഡെറ്റ് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്യൂ എക്സ്പെൻസസ് ഓർ ഫ്ലോട്ടിംഗ് ചാർജസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഏത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്? കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഇല്ലേ, നമുക്കറിയാം ഇപ്പോൾ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ലോട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി എക്സ്പെൻസസ് ഒക്കെ വരാറുണ്ട് ആ ഇഷ്യൂ സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്, അതുപോലെ ലീഗൽ ഫീസ്, പ്രിൻറ്റിങ് എക്സ്പെൻസസ്, സെയിൽസ് കമ്മീഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്നൊക്കെ തുടങ്ങി ഒരുപാട് എക്സ്പെൻസസ് അവർക്ക് വരാറുണ്ട്. ഈ ഒരു ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇഷ്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ ഇഷ്യൂ എക്സ്പെൻസസ് വരുന്ന സമയത്ത് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ ഇഷ്യൂ വിൽ ബി റിഡ്യൂസ്ഡ്, അത് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രൊസീഡ്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫേസ് വാല്യൂവിൽ നിന്ന് നമ്മൾ ഏതൂടെ മൈനസ് ചെയ്യും? ഇഷ്യൂ എക്സ്പെൻസസ് ഓർ ഫ്ലോട്ടിംഗ് ചാർജസ് മൈനസ് ചെയ്യുക. അപ്പോൾ ഫ്ലോട്ടിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ചാർജസും കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ അവിടെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫേസ് വാല്യൂവിൽ നിന്ന് നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജസും കൂടെ മൈനസ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലത്തിൽ ഇഷ്യൂ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ മൈനസ് ചെയ്യണം നെറ്റ് പ്രൊസീഡ്സ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഏത് കമ്പ്യൂട്ട് ചെയ്യാൻ? കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ഡെറ്റ് പെർപ്പച്വൽ ഡെറ്റ് ആണോ, അതായത് ഇറഡീമബിൾ ഓർ റിഡീമബിൾ ഡെറ്റ് ആണോ എന്നുള്ളത് നോക്കണം. പിന്നെ അത് റേസ് ചെയ്തിരിക്കുന്നത് പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്നുള്ളത് നോക്കണം. ദെൻ ഫ്ലോട്ടിംഗ് ചാർജ് ഓർ ഇഷ്യൂ എക്സ്പെൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ആദ്യം നമുക്ക് ഏത് ചെയ്യാം? കമ്പ്യൂട്ടേഷൻ ഓഫ് പെർപ്പച്വൽ ഡെറ്റ് നമുക്ക് ചെയ്യാം. പെർപ്പച്വൽ ഡെറ്റ് ഓർ ഇറഡീമബിൾ ഡെറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ പെർപ്പച്വൽ ഡെറ്റ് ഓർ ഇറഡീമബിൾ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലേ? എന്തെന്നാ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കമ്പനി
ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം തിരിച്ചു കൊടുക്കുന്ന ഡെറ്റുകളെയാണ് നമ്മൾ പെർപച്വൽ ഓർ ഇറെഡീമബിൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കേസിൽ നമുക്ക് പ്രോബ്ലത്തിലെ ടൈം ഓഫ് മെച്യൂരിറ്റി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇറെഡീമബിൾ ഓർ പെർപച്വൽ ഡെറ്റിലെ നമുക്ക് ടൈം ഓഫ് മെച്യൂരിറ്റി ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ്, അത് നമുക്ക് ഉണ്ടായിരിക്കില്ല. നോക്കാം നമുക്ക് ഇറെഡീമബിൾ ഡെറ്റ് ഓർ പെർപച്വൽ ഡെറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റ്, ഇറെഡീമബിൾ ഡെറ്റ് ഓർ പെർപച്വൽ ഡെറ്റ്. ദെൻ അതിൻ്റെ ഫോർമുല ഫസ്റ്റ് നമുക്ക് ഡെറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ നോക്കാം. ഇഫ് ഡെറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ, പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഫോർമുല എന്നുള്ളത് നോക്കാം. KD അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1 മൈനസ് T. ഇതാണ് ഡെറ്റ് കാണാനുള്ള ഫോർമുല. KD ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1 മൈനസ് T. ഇതിലെ KD എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ലേ. KD എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റ്. R എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ 1 എന്ന് പറയുന്നത് ഒന്നാണ്, അത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. പിന്നെ T ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് ടാക്സ് റേറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. സോന ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് 9% ഡിബഞ്ചേഴ്സ്. സോന ലിമിറ്റഡ് ഇഷ്യൂഡ് 9% ഡിബഞ്ചേഴ്സ്. അപ്പം അതിലെ 9% എന്ന് പറയുന്നത് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് ബെയറിംഗ് ചാർജസ് ആണ്, അത് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്കറിയാം ഡിബഞ്ചറിൻ്റെ കൂടെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ വരാറുണ്ട്. അപ്പോൾ സോന ലിമിറ്റഡ് ഇഷ്യൂഡ് 9% ഡിബഞ്ചേഴ്സ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹100, ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ₹100. ഇപ്പോൾ 100 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ടു സോന ലിമിറ്റഡ് ഈസ് 50%. ദെൻ അതിൻ്റെ ടാക്സ് റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 50% ആണ് വരുന്നത്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ നമ്മളോട് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാനുള്ള ഇക്വേഷൻ KD ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1 മൈനസ് T ആണ്. ദെൻ ഇവിടെ R എന്ന് പറയുന്നത് എത്രയാണ്? R എന്ന് പറയുന്നത് 9% ആണ്. ഏതിൻ്റെ 9%? ഫേസ് വാല്യൂ 100 ആണ്. 100ൻ്റെ 9% ഈസ് ഈക്വൽ ടു 9. അപ്പോൾ R ഈസ് ഈക്വൽ ടു 9 ആണ്. T ഈസ് ഈക്വൽ ടു 50%, അതായത് 0.5 ആണ് നമുക്ക് വരുന്നത്. ദെൻ KD ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 1 മൈനസ് 0.5 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 0.5 അല്ലേ. 1 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ 5 ആണ് വരിക. അപ്പോൾ 9 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു 9×5 = 45. ദെൻ ഒരു പോയിന്റ് നീക്കി 4.5. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് 4.5% ആണ് വരുന്നത്.
അപ്പോൾ 100 രൂപ നമുക്ക് 100 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 4.5% ആണ് നമുക്ക് എന്ത് വരുന്നത്, ഡെറ്റിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. ശരിക്കും 9% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് 50% ടാക്സ് ഉണ്ട്. നമ്മൾ മുന്നേ പഠിച്ചു കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ 9 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ 9ൻ്റെ 50% നമ്മൾ എന്തായിട്ട് കൊടുക്കും, നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ 9ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 4.5. അപ്പോൾ 9 രൂപയിലെ നമുക്ക് 4.5 എന്താണ് ടാക്സ് നമുക്ക് കുറവുണ്ട്, ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നുള്ളൂ, 4.5% ആണ് നമുക്ക് മീൻസ് കമ്പനിക്ക് കോസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരിവിടെ 9% ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും ശരിക്കും 100 രൂപയ്ക്ക് 9 രൂപ നമ്മൾ കൊടുക്കണം വേണ്ടേ. ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 100 രൂപയുടെ ഒരു ഡിബഞ്ചർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 9 രൂപ അയാൾക്ക് കമ്പനി എന്ത് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കും. പക്ഷേ കമ്പനിക്ക് എത്ര രൂപയാണ് ആക്ച്വലി വരുന്നുള്ളൂ, കോസ്റ്റ് 4.5% വരുന്നുള്ളൂ. കാരണം 50% ടാക്സ് റേറ്റ് ഉണ്ട്. അപ്പം അത് ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആയതുകൊണ്ട് ആ 9 രൂപയിലെ അതിൻ്റെ ടാക്സ് 50% ടാക്സ് ഡിഡക്ഷൻ കമ്പനിക്ക് കിട്ടും. അപ്പോൾ ആക്ച്വലി കമ്പനിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 4.5% ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് ആ മുന്നേ നമ്മൾ 2 ABC കമ്പനിയുടെയും XYZ കമ്പനിയുടെയും ടാക്സ് ഡിഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി കമ്പനിക്ക് ഇത്രയാണ് വരിക. അപ്പോൾ 9 രൂപ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ അതിലെ ഒരു 4.5 ഒരു 50% ടാക്സ് ഡിഡക്ഷനായിട്ട് കമ്പനിക്ക് തന്നെ കിട്ടും. കുറവ് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് എക്സ്പെൻസസും കൂടെ മൈനസ് ചെയ്തിട്ടാണ് അവർ ടാക്സ് കൊടുക്കുള്ളൂ. അപ്പോൾ അവിടെ ടാക്സ്, അപ്പോൾ ആക്ച്വലി കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ഈക്വൽ ടു 4.5% ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് നോക്കാം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എങ്ങനെയാണ് ഫോർമുല എന്ന് നോക്കാം. ഫോർമുല എന്ന് പറയുന്നത് KD ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 മൈനസ് T. KD ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 മൈനസ് T ആണ് നമുക്ക് ഫോർമുല വരുന്നത്. അതിൽ KD ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. I ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആനുവലി. ദെൻ NP ഈസ് ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ്സ് ആണ്. ദെൻ T ഈസ് ഈക്വൽ ടു ടാക്സ് റേറ്റ് ആണ്. T ഈസ് ഈക്വൽ ടു ടാക്സ് റേറ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരുന്നത്, KD ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 മൈനസ് T ആണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കി നോക്കാം. ജിൻഡൽ ലിമിറ്റഡ് ഇഷ്യൂഡ് 10% perpetual debentures, 10% perpetual debentures at rupees 100, perpetual debentures of rupees 100 at rupees 90. അപ്പോൾ ജിൻഡൽ ലിമിറ്റഡ് 10% പെർപ്പച്വൽ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്, പക്ഷെ അത് ഇഷ്യൂ ചെയ്യുന്നത് 90 റുപ്പീസിനാണ്. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദ ടാക്സ് റേറ്റ് ഈസ് 50%. ടാക്സ് റേറ്റ് 50%. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ്, നമ്മളോട് കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത് എന്ന് നോക്കുക.
അപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 100 റുപ്പീസിൻ്റെ അല്ലേ, 100 റുപ്പീസിൻ്റെ ഡിബഞ്ചർ 90 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു കെ ഡി ഈസ് ഈക്വൽ ടു I divided by NP into 1 minus T is equal to, നമുക്ക് തന്നതൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു എത്ര വരിക, 10% ഇൻട്രസ്റ്റ് ആണ്. ആ 10% ഇൻട്രസ്റ്റ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നെറ്റ് പ്രൊസീഡ്സ് പറഞ്ഞപ്പോൾ അത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തോട്ടെ, അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തോട്ടെ, എങ്ങനെ ഇഷ്യൂ ചെയ്താലും നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താലും അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലും ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് അല്ലേ, ഫേസ് വാല്യൂ 100 ആണ്. 100ൻ്റെ 10% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് I ഈസ് ഈക്വൽ ടു 10 റുപ്പീസ് വരും. T ഈസ് ഈക്വൽ ടു 50% ആണ്, ദാറ്റ് മീൻസ് 5 അല്ലേ, 0.5 ആണ് നമുക്ക് T വരുന്നത്. ദെൻ NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് ആണ്. അതായത് നമുക്കിവിടെ 90, ഇത് പിന്നെ ഇത് ഡയറക്റ്റ് നമുക്ക് 90 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 90 ആണ് NP വരുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. I എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 1 മൈനസ് 0.5 is equal to 10 by 90 into 0.5. 10 by 90 into 0.5 എന്ന് പറയുമ്പോൾ is equal to നമുക്ക് വരിക 5.56%. 5.56% ആണ് നമുക്ക് എന്തു വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലേ ശരിക്ക് 10 റുപ്പീസ് ഇൻട്രസ്റ്റ് വേണ്ടതാണ്. ടാക്സ് കുറവ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിയോടൊപ്പം തന്നെ ഏതും കൂടെ ഡെറ്റ് കോമ്പണൻറ്റും കൂടെ ചേർത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുന്നതാണ് എപ്പോഴും കമ്പനിക്ക് നല്ലത്. കാരണം ഇതിന് ഇൻട്രസ്റ്റ് ബെയറിങ് എക്സ്പെൻസസ് അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ കമ്പനിക്ക് ലാഭം, അവർക്ക് ആ ഒരു ചെറിയ ഗെയിൻ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ തേർഡ് കേസിൽ നമുക്ക് വന്നിട്ടുള്ളത് അതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡെറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം നോക്കാം. ഇനി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും നമുക്ക് ഇക്വേഷൻ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 മൈനസ് T. ഇക്വേഷൻ സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സിലാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ആണ് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് വരിക. അവിടെ മാത്രമേ നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് സെയിം തന്നെ ആയിരിക്കും വരിക. നമുക്കൊരു പ്രോബ്ലം നോക്കാം. XY ലിമിറ്റഡ്, XYZ ലിമിറ്റഡ് issued 10% perpetual debentures of rupees 100 at a premium of rupees 10%. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, XYZ ലിമിറ്റഡ് issued 10% perpetual debentures of rupees 100. 100 രൂപ വിലയുള്ള ഡിബഞ്ചറാണ്. അവരത് ഇഷ്യൂ ചെയ്യുന്നത് എത്രയ്ക്കാണ്, അറ്റ് എ പ്രീമിയം ഓഫ് 10%.
10% പ്രീമിയത്തിലാണ് അവരത് ചെയ്യുന്നത്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 50% തന്നെയാണ്. ദെൻ നമ്മളോട് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. കെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 - t ആണ് വരുന്നത്. ദെൻ ഇതിൽ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് വരുന്നത്? ഡെബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്. ദെൻ അതിൻ്റെ 10% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു 10 അല്ലേ, ₹10 ആണ് ഐ വരുന്നത്. ദെൻ ടി ഈസ് ഈക്വൽ ടു നമുക്ക് 50% ആണ്, അതായത് 0.5 ആണ് വരുന്നത്. ദെൻ എൻ പി ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് വരിക? എൻ പി ഈസ് ഈക്വൽ ടു അതിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്, പ്ലസ് അതിന് 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100ൻ്റെ 10%, അതായത് ₹10. അപ്പോൾ എൻ പി ഈസ് ഈക്വൽ ടു 100 + 10 ഈസ് ഈക്വൽ ടു 110. അപ്പോൾ എൻ പി ഈസ് ഈക്വൽ ടു നമുക്ക് 110 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 110 into 1 minus 0.5 is equal to 10 divided by 110 into 0.5. അപ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? 4.55% ആണ് നമുക്ക് വരിക. 4.55% നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ഈക്വൽ ടു 4.55%. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം അതിൻ്റെ നേച്ചർ ഓഫ് ഡെറ്റ്, റിഡീമബിൾ ആണോ ഇറിഡീമബിൾ ആണോ, അല്ലെങ്കിൽ പെർപ്പച്വൽ ആണോ റിഡീമബിൾ ആണോ നോക്കണം. ദെൻ അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പാറിലാണോ പ്രീമിയത്തിലാണോ അതുപോലെ തന്നെ ഡിസ്കൗണ്ടിലാണോ എന്നുള്ളത് നോക്കണം. ദെൻ അതിന് ശേഷം പിന്നെ അതിലെ ഫ്ലോട്ടിംഗ് ചാർജസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ അതിന് ശേഷം നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഇതിൽ പറയുന്നത് ജംബോ ലിമിറ്റഡ് issued 10% irredeemable debentures. Jumbo Limited issued 10% irredeemable debentures. Irredeemable debentures of ₹1 lakh. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ്. 10% ഇറിഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്. ദെൻ കമ്പനിയുടെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 55% ആണ്. ടാക്സ് ബ്രാക്കറ്റ് 55% ആണ്. ദെൻ കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്. നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് പറയുന്നത്. എങ്ങനെയാണ്? കണ്ടീഷൻ പറയുന്നുണ്ട്. ഇഫ് ദ ഡിബഞ്ചേഴ്സ് ആർ issued at a premium. If the debentures are issued at a premium of 10%. അപ്പോൾ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ ആദ്യം ഇക്വേഷൻ കൊടുക്കുന്നു. കെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 1 - t.
ദെൻ നമുക്ക് ഓരോന്നും തന്നിരിക്കുന്നത് നമുക്കിങ്ങോട്ട് എടുത്തെഴുതാം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ. ഇപ്പോൾ 1 lakhൻ്റെ 10% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പോൾ 1 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ദെൻ ടി ഈസ് ഈക്വൽ ടു 0.55 ആണ് അല്ലേ, 55%. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0.55 ആണ്. എൻ പി ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് വരുന്നത്, ഫേസ് വാല്യൂ 1 lakh ആണ്. ദെൻ പ്ലസ് നമുക്ക് പ്രീമിയത്തിലാണ് 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് വാല്യൂവിൻ്റെ 10% പ്രീമിയത്തിലാണ്. അതായത് 1 lakhൻ്റെ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 1 lakhൻ്റെ 10% ഈസ് ഈക്വൽ ടു 10,000 ആണ് വരുന്നത്. അപ്പോൾ നെറ്റ് പ്രൊസീഡ് ഈസ് ഈക്വൽ ടു 1,10,000. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റ് 10,000 ആണ് ഡിവൈഡഡ് ബൈ എൻ പി 1,10,000 ആണ് ഇൻറ്റു 1 മൈനസ് 0.55 ഈസ് ഈക്വൽ ടു ഈ 4 0 തെറ്റിപ്പോയി. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 0.45. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 0.45 ഈസ് ഈക്വൽ ടു 4.1%. 4.1%. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ഈക്വൽ ടു 4.1% ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പെർപ്പച്വൽ ഓർ ഇറഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും പെർപ്പച്വൽ ഡെറ്റിൻ്റെ അല്ലെങ്കിൽ ഇറഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഓർ ബോറോഡ് ഫണ്ട് നമ്മൾ എന്താന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞത് ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂവിനെ നമ്മൾ പാർ വാല്യൂ എന്നൂടെ പറയാറുണ്ട്. അതുപോലെ തന്നെ ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിലാണ്. അതായത് 100 rupees അല്ലെങ്കിൽ 1000 rupees എന്നൊക്കെ പറഞ്ഞ് പാർ വാല്യൂവിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് നൽകുന്നത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബോണ്ട് നിങ്ങൾക്ക് 2 marksനൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ്. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് ഫേസ് വാല്യൂ പറയാം, അതിൻ്റെ പാർ വാല്യൂ മുഖവില അതാണ് പറയുക. പിന്നെ പാർ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒന്ന് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സെക്കൻഡ് ഫീച്ചേഴ്സ് പറയുന്നത് അതിലെ ഇൻട്രസ്റ്റ് റേറ്റിനെ തന്നെ നമ്മൾ കൂപ്പൺ റേറ്റ് എന്നൂടെ പറയാറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ കൂപ്പൺ റേറ്റ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ വേറൊരു പേരാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അതിലെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കറിയാം ഫിക്സഡ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓർ ബോണ്ട് ഹോൾഡേഴ്സിന് അത് അറിയാം ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഹയർ ദ ഇൻട്രസ്റ്റ് ചാർജസ് ലോവർ ദ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു റിഡംഷൻ വാല്യൂ ആണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. റിഡംഷൻ വാല്യൂ അല്ലെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർ ഡിബഞ്ചർ മെച്യൂർ ആകുന്ന സമയത്ത് അവർക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ബോണ്ട് ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, റിഡംഷൻ വാല്യൂ ഓർ മെച്യൂരിറ്റി വാല്യൂ. ദെൻ പിന്നെ വരുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിനെ കോട്ട് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏത് വരുന്നത്, ഡിബഞ്ചറിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് വരുന്നത്. ഇനി ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഗവൺമെൻറ് കമ്പനീസൊക്കെ അല്ലേ, പബ്ലിക് സെക്ടർ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരെ ഇഷ്യൂ ചെയ്യുന്ന
ആ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെൻസിനെ നമ്മൾ ഡിബഞ്ചർ എന്നാണ് പറയുക. അതാണ് ബോണ്ടും ഡിബഞ്ചർ രണ്ടും ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകൾ, പബ്ലിക് സെക്ടറിലെ അത് ഇപ്പോൾ ഗവൺമെൻറ് കമ്പനികളും അവരൊക്കെ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണ്ട് എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയിലാണ് ഡിബഞ്ചർ എന്നുള്ള ഇത് പറയുന്നത് കേട്ടോ, ഡിബഞ്ചർ എന്നുള്ള ഒരു ഇത് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കാറില്ലേ മസാല ബോണ്ടുകൾ എന്നൊക്കെ പറയുന്നത്, ഗവൺമെൻറ് പബ്ലിക് സെക്ടർ ഇഷ്യൂ ചെയ്യുന്ന ആ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ ഡിബഞ്ചർ എന്ന് പറയുകയും ചെയ്യും. അതാണ് ഈ ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ നമുക്ക് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.